ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിമ്പിൾ ടെക് ഐഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിനി ക്യാമറയാണ്. സാധാരണയായി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനും അതുപോലെ തന്നെ വ്ളോഗേഴ്സിനും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു ക്യാമറയാണിത്. ഈ ക്യാമറയുടെ പേരാണ് ഓസ്മോ പോക്കറ്റ്. ഈ ക്യാമറയുടെ കുറച്ച് ഫീച്ചേഴ്സും അതേപോലെ ഇതിൻ്റെ അൺബോക്സിങ്ങുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമറ, ഓസ്മോ പോക്കറ്റ്. DJI എന്നുള്ള ഒരു കമ്പനിയുടെ ആണിത്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു മിനി ക്യാമറയാണ്. അതായത് ഇതിൻ്റെ ബോക്സിൻ്റെ വലിപ്പം തന്നെ നമുക്ക് ഏകദേശം അറിയാം, ഇത്രത്തോളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്, ഇത് ഏതാണ്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ക്യാമറ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടാകും. കാരണം ചെറിയൊരു ക്യാമറ, ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ സമയം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വെയിറ്റ് ഉള്ളതാണ്, നമ്മൾ കൈ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അങ്ങനെ ഒരു വെയിറ്റ് ഇല്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 280 ഗ്രാം അത്രേ ഈ ക്യാമറയുടെ ഒരു വെയിറ്റ് ഉള്ളൂ. നമുക്ക് ഈ ക്യാമറ ഇത് ക്യാമറയുടെ കൂടെ തന്നെ ഒരു കവർ കൂടി കിട്ടുന്നുണ്ട്. അതായത് ക്യാമറ നമുക്ക് ഇതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ക്യാമറ. ഓക്കെ, ഈ ക്യാമറ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷനാണ്. അതായത് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണയായിട്ട് ഞാനൊരു മൊബൈലിലോ അതേപോലെ തന്നെ നമ്മുടെ DSLR ക്യാമറയിലോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓടുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ വീഡിയോസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക്, അതായത് കറക്റ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സീൻ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ മൂവ് ചെയ്യുന്നതിന് കണക്കായിട്ട് ഈ ഒരു ആംഗിളിലുള്ള ഈ ഒരു ക്യാമറ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് മൂവ് ആവും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ക്യാമറയുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ ക്യാമറയുടെ കൂടെ എന്തൊക്കെ ആക്സസറീസാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ നോർമലായിട്ട് എല്ലാ പ്രൊഡക്റ്റിലും വരുന്ന പോലെ തന്നെ യൂസർ മാനുവൽ ഉണ്ട്. ഇതിലതിൻ്റെ ഫങ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗിനേഴ്സ്, അതായത് ഇതുവരെ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ആക്സറീസ് ഉണ്ട്. ഒന്നാമത്തെ ആക്സറി എന്ന് പറയുന്നത് ഇതിലൊരു ടാഗ് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ സാധാരണ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ് പോലത്തെ ഈ ക്യാമറക്ക് അതായത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടാഗാണ്. ഓക്കെ, അതുപോലെ തന്നെ USB കേബിൾ ഉണ്ട്. ചാർജിങ്ങിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് C ടൈപ്പ് കേബിളാണ്. ഇതിൻ്റെ പിന്നെ C ടൈപ്പാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൽ നോക്കാം, എന്താണെന്ന് നോക്കാം. യെസ്, ഇതൊരു C ടൈപ്പ് പിന്നാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു നമ്മുടെ ക്യാമറ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പിന്നാണിത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് സാധാരണ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പിന്ന്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഇത് സെയിം പിന്നാണ്, പക്ഷേ ഇതൊരു ഐഫോണിൻ്റെ പിന്നാണ്. അതായത് നമ്മുടെ ഈ ഒരു ക്യാമറ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്നിങ് പിന്നാണിത്. അപ്പോൾ നമുക്കിനി ക്യാമറയുടെ ഡീറ്റെയിലേക്ക് പോവാം. ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൈക്രോ SD കാർഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. 256 GB വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K വീഡിയോസിൻ്റെ ക്വാളിറ്റി അതുപോലെയുള്ളതിൻ്റെ ട്രാൻസ്ഫർ റേറ്റൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ അതിന് പർച്ചേസ് ചെയ്യുന്ന ക്ലാസ് 10 മോഡലിലുള്ള മൈക്രോ SD കാർഡുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അതുപോലെ ഇവിടെ ഒരു റെക്കോർഡ് ബട്ടൺ ഉണ്ട്. ഇത് പവർ ബട്ടണാണ്. ഇത് പവർ ബട്ടൺ മാത്രമല്ല, ഇതിനെക്കൊണ്ട് വേറെ രണ്ട് യൂസേജ് കൂടിയുണ്ട്, അത് ഞാൻ പറയാം. ഇത് ഇവിടെ കാണുന്നത് ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പിന്ന്, അതായത് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പിന്ന്, അത് കണക്ട് ചെയ്യുന്ന ഒരു പ്ലേസാണിത്. ഓക്കെ, ഇതിവിടെ നമുക്ക് പിൻ ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിന് 2 മൈക്കാണുള്ളത്. ഒന്ന് ഇവിടെ ഒരു മൈക്കുണ്ട്, അതുപോലെ ഇവിടെ ഒരു മൈക്കുണ്ട്. അതായത് നല്ല രീതിയിൽ വോയിസ്, അതായത് എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഓൾമോസ്റ്റ് വരുന്നില്ല. ഇതിലൊരു ചെറിയ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ലോങ് പ്രസ്സിൽ ക്ലിക്ക് ചെയ്യണം. അതായത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിലെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് പറയാം. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻസ്, നമ്മൾ ഏതൊരു രീതിയിൽ നമ്മുടെ ഹാൻഡ് മൂവ് ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായ ഒരു സ്റ്റെബിലൈസേഷൻ തരുന്നുണ്ട്. ആ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ഇത് നല്ലൊരു ഫീച്ചേഴ്സാണ്. അതായത് ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തും അതേപോലെ ഓടുന്ന സമയത്തൊക്കെ ഷേക്കില്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ വേറൊരു ഫീച്ചേഴ്സ് ഉള്ളത് സെൽഫി മോഡാണ്. സെൽഫി മോഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബട്ടൺ 3 വട്ടം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാമറ നേരെ നമ്മുടെ സെൽഫി മോഡിലേക്ക് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. വീണ്ടും 3 പ്രാവശ്യം പ്രസ് ചെയ്താൽ അത് നോർമൽ മോഡിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകും. ഒരു സെറ്റിങ്സ് എന്നുള്ളതുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എല്ലാ സെറ്റിങ്സും, അതായത് ഇതിൻ്റെ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് ഈ ഒരു ഡിവൈസ് നമ്മൾ എങ്ങനെയാണ് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് മൊബൈലിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ സാധാരണ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതാണ് ആപ്ലിക്കേഷൻ, DJI മിമോ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, അതായത് ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഈ ഒരു C ടൈപ്പിലുള്ള പിന്ന് യൂസ് ചെയ്യേണ്ടതാണ്. ഇത് കണക്ട് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് കണക്കായിട്ട് ഒരിക്കലും അതിൽ പിക്ചേഴ്സ് മാറുന്നില്ല. കാരണം ആ ഒരു ക്യാമറയുടെ വീഡിയോ സ്റ്റെബിലൈസേഷനാണത്. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ക്യാമറ സെറ്റപ്പ് പോലെ തന്നെ ഇതിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ ഫോട്ടോസ്, ബാറ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഫോട്ടോ ഫോർമാറ്റ്, ഫോട്ടോ റേഷ്യോ, വൈറ്റ് ബാലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ ചെറിയ സ്ക്രീനിൽ കാണുന്നതിന് പകരം നമുക്ക് ഫുള്ളായിട്ട് നല്ലൊരു ഡിജിറ്റൽ ക്യാമറ പോലെ വലിയ സ്ക്രീനിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ടൈം ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 27,300 രൂപയാണ്. അതിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇതിന് 1 ഇയർ, ആമസോൺ പറയുന്നത് 1 ഇയർ വാറൻറ്റിയാണ്. പക്ഷേ ഇതിന് ബോക്സിൽ എഴുതിയിട്ടുണ്ട് 2 വർഷം വാറൻറ്റി. അതായത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വെബ്സൈറ്റ് പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം നമുക്ക് വാറൻറ്റിയൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നിക്കൽ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.